നമസ്കാരം. അധ്യാത്മരാമായണം തുടരുന്നു. ഇന്ന് സുന്ദരകാണ്ഡത്തിൽ ലങ്കാദഹനം, ഹനുമാന്റെ പ്രത്യാഗമനം, പിന്നെ യുദ്ധകാണ്ഡം എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. അവനിതനയാ കൃപാവൈഭവം അദ്ഭുതം അത്യന്തശീതളനായിതു വന്നിയും രഘുകുലജവരനിവിടെ വന്നു യുദ്ധം ചെയ്തു. രാവണനെ കൊന്നു കൊണ്ടുപോയി കൊള്ളുവാൻ അതിരഭസമായി തനയവേല ചെയ്തിടു നീ. അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ. ഇതി സദയം അവനോടരുൾ ചെയ്തയച്ചിടിനാൾ ഇന്ദിരാദേവിയും. പിന്നെ വാതാത്മജൻ തൂർണം മഹാർണവം കണ്ടു ചാടിയിടിനാൻ. പുനരത ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ. കനിവൊടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയേ സങ്കടമെന്നിയേ. ദശരഥസുതൻ വിശ്വാസാർത്ഥമായിനി ദേഹി മേ ദേവി ചിഹ്നം ധന്യമാതരാൽ. പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധിയെ. അതും അവനി സുതയോടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൽ നൽകിനാൻ. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നോളൊരു ദിനം. കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽക്കെന്നു ചൊല്ലിനാൾ. ഇതി പവനസുതവചനമാഹന്ത കേട്ടളവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ. സദയം ഉപകാരമിച്ചെയ്തതിന്നാദരാൽ സർവസ്വവും മമ തന്നെ നിനക്കു ഞാൻ. പുനരപി രമാവരൻ മാരുതപുത്രനെ പൂർണാമോദം പുണർനീടിനാനാദരാൽ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ. ഇതി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡം സമാപ്തം. യുദ്ധകാണ്ഡം. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേവരും. ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പൊക്കു മഹേന്ദ്രാചലാന്തികെ മേവിനാർ. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്ക നീ. ഇത്തൻ വിഭീഷണം പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നത് കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോടു
ചൊല്ലിടിനാൻ, ഇത്തരമെന്നോട് ചൊല്ലുകിലാശു നീ ബദ്ധ്യനാമെന്നാൽ അതിനില്ല സംശയം. വീണു വണങ്ങിനാൻ അഗ്രജൻ തൻ പാദം, എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ, എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും, എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. ആശരവംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി ആകാശമാർഗെ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നുച്ചൈസ്തരമവൻ. വ്യക്തവർണ്ണേന ചൊല്ലിടിനാനെത്രയും ഭക്തിവിനയ വിശുദ്ധമതിസ്ഫുടം. വാളുമായെന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. ആലംബനം മറ്റെനിക്കില്ല ദൈവമേ, ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നമ്മൾ കിഷ്കിന്ധാകാന്ഡത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലി സുഗ്രീവ യുദ്ധം. രാമൻ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നു, ലക്ഷ്മണനും കൂടെയുണ്ട്. ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അതിഭയങ്കരമായ യുദ്ധം, ഒരുപാട് സമയം നീണ്ടുന്ന യുദ്ധത്തിലൊടുവിൽ ഇതാ സുഗ്രീവൻ മരിക്കാൻ പോകുന്നു ബാലിയുടെ തല്ലുകൊണ്ട് എന്ന് ബോധ്യം വന്നപ്പോൾ രാമൻ ബാണമയക്കുന്നു. അത് ബാലിയുടെ ഇടനെഞ്ചിൽ തറയ്ക്കുന്നു. ബാലി തിരിഞ്ഞു നോക്കുമ്പോൾ രാമനെ കാണുന്നു. എന്നിട്ട് താഴേക്ക് പതിക്കുന്ന ബാലി രാമനോട് ചോദിക്കുന്നു, രാമ, ഇത് ശരിയാണോ? ധർമ്മത്തിൻ്റെ പ്രതീകമെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കൂടെ എന്നും ഉണ്ടാകുമെന്ന് ലോകം പറയുന്ന താങ്കൾ ജ്യേഷ്ഠനും അനുജനും തമ്മിലടിക്കുമ്പോൾ ജ്യേഷ്ഠനെ പിറകിൽ നിന്നും അമ്പെയ്ത് കൊല്ലാൻ പോയത് ശരിയാണോ? ഇത് ചോദ്യം പുതിയതല്ല. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ചോദ്യങ്ങൾ ആരോടാണോ ചോദിക്കേണ്ടത്, ബാലി രാമനോട് തന്നെ ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ നാട്ടിലെ പുതിയ സാഹിത്യകാരന്മാർ ഇതൊക്കെ ഒരു വലിയ ചോദ്യം, ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചോദ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കുക, ഹിന്ദുവിൽ എല്ലാ ചോദ്യങ്ങൾക്കും സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് യോഗവാസിഷ്ഠത്തിൽ വാൽമീകി മഹർഷി പറയുന്നത് ഒരു ഹിന്ദു ആരായിരിക്കണം? ആ ജ്ഞാനതലത്തിലാണ് പറയുന്നത്, യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി. യുക്തിയുക്തമായത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കുന്നവൻ. അന്യതൃണമിവ ത്യാജ്യം, യുക്തിരഹിതമായത് തൃണം പുല്ലുപോലെ വലിച്ചെറിയുന്നവൻ. അപ്യുക്തം പത്മജന്മന, സാക്ഷാൽ ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ പോലും യുക്തിക്ക് ചേരാത്തത് സ്വീകരിക്കരുത്. ഇത് പറയാൻ മറ്റേത് മതഗ്രന്ഥത്തിനാണ് ധൈര്യമുള്ളത്? നമ്മൾ പറയാറുണ്ട്, ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം. എല്ലാ വേദങ്ങളുടെയും സാരസംഗ്രഹമാണ് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയിൽ 18 അധ്യായമുണ്ട്, 700 ശ്ലോകങ്ങളുണ്ട്. ഇതിൽ 18ാമത്തെ അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 63ാമത്തെ ശ്ലോകമാണ് ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ച് അഭിമാനമുള്ളൊരു ശ്ലോകം. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമർശതൈദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഭഗവാൻ അർജുനോട് പറയാണ്, കർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ഗാണ്ഡീവം താഴെ വെച്ച് യുദ്ധത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച ഒരു കമാൻഡർ ഇൻ ചീഫ്, യുദ്ധഭൂമിയിൽ നിന്നും ഒളിച്ചോടാൻ പരിശ്രമിച്ച ഒരു സൈനിക തലവൻ, ആ അർജുനെ കർമ്മ നിപുണനാക്കിയ ഭഗവാൻ ഒടുവിൽ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്, അല്ലയോ അർജുന, നീ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത അതീവ ഗുഹ്യങ്ങളായ എല്ലാ ചിന്തകളെയും തത്വങ്ങളെയും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷേ വിമർശതൈദശേഷേണ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത്, വിശ്വസിക്കരുത്. വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ പഠിക്കണം, ശരിയെ സ്വീകരിക്കൂ, തെറ്റിനെ തള്ളിക്കളയൂ.
അപ്പം അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് പറഞ്ഞാലും ബുദ്ധിക്കും യുക്തിക്കും ചേരാത്തത് സ്വീകരിക്കരുത് എന്ന് പറയുമ്പോൾ മതഗ്രന്ഥം പറയുന്നത് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവിനെന്നാണ്. ചോദ്യം ചെയ്ത് വിശ്വസിക്കുവാൻ ഹിന്ദുധർമ്മം പറയുമ്പോൾ മതം പറയുന്നു ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവിൻ. നമ്മുടെ ഹിന്ദുധർമ്മത്തിൽ ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ നമ്മൾ മഹർഷിയായിട്ടാണ് പറയുന്നത്. ആയുർവേദം എന്ന ശാസ്ത്രഗ്രന്ഥം എഴുതിയ ചരകൻ നമുക്ക് മഹർഷിയാണ്. കാമശാസ്ത്രം എഴുതിയ വാത്സ്യായൻ മഹർഷിയാണ്. നിരീശ്വരവാദിയായ ചാർവാകനും മഹർഷിയാണ്. ദൈവമുണ്ട് എന്ന് പറഞ്ഞ ആളും ദൈവമില്ല എന്ന് പറഞ്ഞ ആളെയും മഹർഷിയായി കണ്ടുകരുതി ആരാധിക്കുന്ന മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ്. അതുകൊണ്ട് ബാലിയുടെ ചോദ്യം പുതിയ ചോദ്യമല്ല. ഈ ചോദ്യം ത്രേതായുഗത്തിൽ രാമൻ്റെ മുഖത്ത് നോക്കി ബാലി ചോദിച്ചിട്ടുണ്ട്. രാമ, താങ്കൾ ഇത് ചെയ്യാൻ പാടുണ്ടോ? ഇത് താങ്കൾക്ക് ചേരുമോ? മറഞ്ഞു നിന്ന് അമ്പെയ്ത് കൊല്ലുന്നത് രാജനീതിയാണോ? അത് താങ്കളുടെ രഘുവംശത്തിനും സൂര്യവംശത്തിനും ചേർന്നതാണോ എന്ന് രാമൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച അതേ ബാലി രാമൻ്റെ മടിയിൽ കിടന്ന് രാമനോട് മാപ്പ് പറഞ്ഞ് മരിക്കുന്നുവെങ്കിൽ അതിനിടയിൽ എന്താ സംഭവിച്ചത്? ബാലിയുടെ തലയിൽ തലോടിക്കൊണ്ട് രാമൻ പറയുന്നു, ബാലി, നീ എന്തിനാണ് മരണപ്പെടുന്നത്? നിന്നെ എന്തിനാണ് ഞാൻ അമ്പെയ്തത്? ഒന്ന്, നീ നിന്റെ അനുജൻ്റെ വാക്കുകളെ വിശ്വസിച്ചില്ല. നീ നിന്റെ അനുജനെ അറിയുവാൻ പരിശ്രമിച്ചില്ല. നീ നിന്റെ അനുജനെ തല്ലിയോടിച്ചു. ഇതിനൊന്നും മരണാർഹമായ ശിക്ഷ നിനക്കില്ല. പക്ഷേ അനുജൻ്റെ ഭാര്യയെ, അച്ഛനെ പോലെ ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട, സ്ത്രീയെ സംരക്ഷിക്കേണ്ട നീ അനുജനില്ലാത്ത സമയം നോക്കി അനുജനെ തല്ലി ഓടിച്ച് നീ എന്തു ചെയ്തു? അനുജൻ്റെ ഭാര്യയെ ബലാത്കാരേണ പ്രാപിച്ചു. അവളെ നീ നിർബന്ധത്തോടു കൂടി കല്യാണം കഴിച്ചു. തൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല, സുഗ്രീവൻ മരിച്ചിട്ടില്ല. സുഗ്രീവൻ ജീവരക്ഷാർത്ഥം ഋഷ്യമൂകാചലത്തിൽ ഉണ്ട് എന്ന് അവരുടെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു, സുഗ്രീവൻ്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഭർത്താവ് ജീവരക്ഷാർത്ഥം ഒരു മലയുടെ മുകളിൽ താമസിക്കുമ്പോൾ ഭാര്യയ്ക്ക് സ്വൈരമില്ലാതെ അവിടെ കഴിയുമ്പോൾ നീ അവളെ സംരക്ഷിക്കണമായിരുന്നു. നിന്നോട് തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് സുഗ്രീവൻ മാത്രമാണ്. സുഗ്രീവൻ്റെ ഭാര്യ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നീ സുഗ്രീവനുള്ള വെറുപ്പ് കൊണ്ട് നീ സുഗ്രീവൻ്റെ ഭാര്യയെ തന്നെ പ്രാപിച്ചു. അനുജൻ്റെ ഭാര്യയെ ബലാത്കാരേണ പ്രാപിക്കുന്നു, വിവാഹം കഴിക്കുന്നതും മരണശിക്ഷയാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യ ജ്യേഷ്ഠത്തി അമ്മയാകുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു സങ്കല്പം വന്നത്? നമ്മുടെ നാട്ടിൽ ഹിന്ദു കുടുംബങ്ങളിലാണ് ഈ ജ്യേഷ്ഠത്തി അമ്മ എന്നൊരു സങ്കല്പം ഉണ്ടാകുന്നത്. കാരണം മുമ്പ് നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം ആൺകുട്ടികൾ, അതായത് മക്കളുണ്ടാകുമായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും മക്കളുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 5 ആൺമക്കളുണ്ടെങ്കിൽ ഇവർ തമ്മിൽ പ്രായവ്യത്യാസം 1-2 പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുക. അപ്പം മൂത്തവൻ കല്യാണം കഴിക്കുന്നു 30-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 25-ാമത്തെ വയസ്സിലെങ്കിൽ ഏറ്റവും അനുജൻ്റെ പ്രായം 20 വയസ്സായിരിക്കും. അപ്പോൾ ഒരു പറ്റം യുവാക്കളുള്ള ഒരു വീട്ടിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അത് ജ്യേഷ്ഠൻ്റെ ഭാര്യ ജ്യേഷ്ഠത്തി അമ്മയാണ് വരുന്നത് എന്ന ഭാവമില്ലെങ്കിൽ ഈ സ്ത്രീയെ യുവതിയായിട്ട് കാണുമ്പോൾ അത് ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരം ഭാവങ്ങളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്, സങ്കല്പങ്ങളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പുഴയിൽ മൂത്രമൊഴിച്ച കുട്ടിയെ മുത്തശ്ശി പിറകിൽ നിന്നും തല്ലി. കോടിക്കണക്കിന് ലിറ്റർ വെള്ളമൊഴുകുന്ന പുഴയിൽ ഒരു കുട്ടി മൂത്രമൊഴിച്ചിട്ട് സുനാമി തിരമാലയൊന്നും വരുന്നത് കൊണ്ടല്ല, മറിച്ച് പുഴ മൂത്രമൊഴിക്കുവാനുള്ളതല്ല എന്ന കുട്ടിയെ പഠിപ്പിച്ചു. ഇന്ന് മൂത്രമൊഴിച്ചവൻ നാളെ മറ്റു പലതിനും വേണ്ടിയിട്ടും ഈ പുഴയെ ഉപയോഗിക്കും. അതുകൊണ്ട് പുഴകൾ മലിനമാകാതിരിക്കുവാൻ പുഴയെ അമ്മയായി കണ്ട്, പുഴയെ രാഷ്ട്രമായി കണ്ടു. നോക്കൂ, ഈ ഭാരതത്തിൻ്റെ പേര് പുഴയ്ക്കിട്ടവരാണ് നമ്മൾ. ഭാരതപ്പുഴ കേരളത്തിൽ മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രവും സംസ്കാരവുമായിട്ട് നദികളെ ബന്ധപ്പെടുത്തിയ ഒരു സംസ്കാരം. ഇതെല്ലാം അമ്മയുടെ ഭാവത്തിൽ കാണുവാൻ വേണ്ടി ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ജ്യേഷ്ഠത്തി അമ്മയായിട്ടും അനുജൻ്റെ ഭാര്യയെ മകളായിട്ടും സങ്കല്പിക്കുന്ന ഉദാത്തമായ സമീപനങ്ങൾ ഉണ്ടായ നാട്ടിലാണ് നീ നിൻ്റെ അനുജൻ്റെ ഭാര്യയെ ഇത്തരത്തിലുള്ള നിൻ്റെ കാമവെറിക്കും നിൻ്റെ നിർബന്ധബുദ്ധിക്കും നിൻ്റെ വാശിക്കും വൈരാഗ്യത്തിനും ആ സ്ത്രീയെ വിധേയമാക്കിയത് കൊണ്ട് സ്ത്രീകളോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ, സ്ത്രീയുടെ സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ മരണമാണ് ശിക്ഷ. അയോധ്യയിലെ രാജനീതി അതാണ്. അതുകൊണ്ടാണ് നിനക്ക് മരണത്തെ വിധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തെറ്റും കുറ്റവും കുറവും ബോധ്യപ്പെട്ട ബാലി രാമൻ്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന വിശിഷ്ടമായ വൈഡൂര്യം മാല ഊരിയിട്ട് സുഗ്രീവൻ്റെ കഴുത്തിൽ ധരിപ്പിച്ച് മകനായ അംഗദനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ രാജാവ് ഇളയച്ചനായിരിക്കും, അനുസരിച്ച് ജീവിച്ചു കൊള്ളണമെന്ന ഉപദേശം
മകന് നൽകിയിട്ട് അനുജനെ രാജാവായി വാഴിച്ചിട്ടാണ് മരിച്ചു വീഴുന്നത് ബാലി എന്ന് പറയുമ്പോൾ തനിക്ക് പറ്റിയ തെറ്റുകൾ ഓരോന്നും തിരുത്തിയിട്ടാണ് ബാലി ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ തിരുത്തുവാനുള്ള പ്രേരണാ സ്രോതസ് രാമനായിരുന്നു. ആ രാമൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ട് രാമൻ ബാലിയോട് ഫൈറ്റ് ചെയ്താൽ ആദ്യത്തെ ബാണം രാമൻ അയക്കുമ്പോൾ രാമൻ്റെ പാതി ശക്തി ബാലിക്ക് പോകും. രണ്ടാമത്തെ ബാണത്തോടുകൂടി രാമൻ്റെ പൂർണ്ണശക്തിയും ബാലിക്ക് പോകും. ഒരൊറ്റടിക്ക് രാമനെ ബാലി കൊന്നുകളയും. ഇത് യുക്തിഭദ്രമല്ല. എന്തായാലും മരണമർഹിക്കുന്ന അധർമാചാരിയായ ഒരാളായിട്ട് ബാലിയെ കണക്കാക്കുമ്പോൾ രാമൻ്റെ കൈകൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ബാലി തൻ്റെ തെറ്റുകുറ്റങ്ങളും കുറവുകളും മരണസമയത്ത് മനസ്സിലാക്കി തനിക്ക് ഒന്ന് പ്രായശ്ചിത്ത കർമ്മത്തിലൂടെ ശുദ്ധീകരണ പ്രക്രിയ നടത്തിയതാണ് ബാലിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് നാം മനസ്സിലാക്കണം. ആ ബാലിയുടെ മരണത്തിനു ശേഷം സുഗ്രീവൻ രാജാവായി. പക്ഷെ സുഗ്രീവൻ ബാലിയുടെ ഭാര്യയെ കല്യാണം കഴിച്ചു. താരെ ഇതെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? നോക്കൂ, വാനര സമൂഹത്തിലാണ് ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെയും സുഗ്രീവനും ബാലിക്കും വേണ്ടി നമ്മൾ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കുറ്റങ്ങളും കുറവുകളും പോരായ്മകളുമുള്ള സുഗ്രീവന്മാരും ബാലിമാരും അനേകമുണ്ട്. രാമായണത്തിലും മഹാഭാരതത്തിൽ 1000 കഥാപാത്രങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മഹാബലിക്ക് നമ്മൾ അമ്പലം ഉണ്ടാക്കിയിട്ടില്ല, വാമനാണ് അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നറിയാവാഞ്ഞിട്ടും ഒട്ടും സ്റ്റാൻഡേർഡ് ആയിരുന്നില്ല ആരും സുഗ്രീവനും. പക്ഷേ അത് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് താരയെ കല്യാണം കഴിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ബാലി രുക്മയെ കല്യാണം കഴിച്ചത് ബലാത്കാരമാണെങ്കിൽ ഭർത്താവിൻ്റെ മരണശേഷം പരിപൂർണ സമ്മതത്തോടു കൂടി സുഗ്രീവൻ കല്യാണം കഴിക്കുകയാണ് താരയെ. ഇത് രണ്ടും വ്യത്യസ്തമാണ്. സ്ത്രീയുടെ സമ്മതമില്ലാതെ സ്പർശിക്കുന്നതും സമ്മതത്തോടു കൂടി ജീവിതത്തിൽ കൊണ്ടുവരുന്നതും എന്നറിയുക. പിന്നീട് നടന്ന സംഭവങ്ങൾ നമുക്ക് നാളെ വിശദീകരിക്കാം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. ചരിത്രപരമായും ഐതിഹ്യപരമായും ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണു രൂപത്തിലാണ് ഇവിടുത്തെ ശ്രീരാമ ഭഗവാന്റെ പ്രതിഷ്ഠ. നാലമ്പല ദർശനം തുടങ്ങുന്നതും ഇവിടെ നിന്ന് തന്നെ. അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. ഖരാസുര വധം കഴിഞ്ഞ ഭാവത്തിലുള്ള ശ്രീരാമ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഉത്തരമലബാറിലെ നാലമ്പലങ്ങളിൽ പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ് നീർവേലി ശ്രീരാമക്ഷേത്രം. ചതുർബാഹുവായ വിഷ്ണു രൂപത്തിലാണ് ഇവിടെ ശ്രീരാമ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി അഞ്ജനശിലയിൽ തീർത്ത മനോഹരമായ വിഗ്രഹം നിൽക്കുന്ന രൂപത്തിലാണ്. രാക്ഷസ സഹോദരന്മാരായ ഖരൻ, ദൂഷണൻ, തൃശിരസ് എന്നിവരെയും അവരുടെ 3000 പടയാളികളെയും നിഗ്രഹിച്ച ശേഷം ഭഗവാൻ കാണിച്ച വിശ്വരൂപമാണിതെന്നാണ് സങ്കല്പം. നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രം ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പേ ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ക്ഷേത്രമാണെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഖരവധം. നമ്മൾ രാമായണ കഥയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഖരനെ വധിച്ച പാടുള്ള ആ ഭാവത്തോടു കൂടിയുള്ള പ്രതിഷ്ഠയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ അനുഗ്രഹഭാവം. ഖരന് മോക്ഷം കൊടുക്കുക എന്നുള്ളതാണ്. ഖരനെ വധിച്ചെങ്കിലും ഖരന് മോക്ഷം കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ആ മോക്ഷം കൊടുത്ത ഭാവത്തോടു കൂടിയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. വനവാസകാലത്ത് സീതയെ മോഹിപ്പിക്കാനായി സ്വർണമാനായി വന്ന മാരിജനെ പിന്തുടർന്ന് കൊന്ന് ശാപമോക്ഷം നൽകിയ ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട്. കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്ന പാതാള നാഗപ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രത്യേകതയാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നടത്തുന്നവർ പകൽ അല്ല നടത്തുക, രാത്രി കാലങ്ങളിലാണ് പൂജ നടത്തി വരുന്നത്. കുംഭമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണ് നാഗത്തിലെ പൂജ നടത്തുന്നത്. ആ പൂജയിലൊക്കെ അനവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ശാസ്താവ് എന്ന് വെച്ചാൽ അയ്യപ്പ ക്ഷേത്രം.
ഈ ശാസ്താവ് എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശാസ്ത്ര ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് വിഭിന്നമായിട്ടുള്ളതാണ്. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള പിന്നെ ശ്രീകോവിലൊക്കെ കാണാം. ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ നിന്നും ഒരു 300 മീറ്റർ അകലെയായിട്ടാണ് വനശാസ്താവ് എന്നറിയപ്പെടുന്ന അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ശ്രീകോവിൽ തന്നെ സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന തരത്തിലുള്ളതല്ല. അതിൻ്റെ മേൽഭാഗത്ത് ഈ തൊപ്പിക്കല്ല് സമ്പ്രദായം എന്ന തരത്തിലുള്ളതാണ് ശ്രീകോവിലുള്ളത്. ആ ദേവന് മഴ, വെയിൽ ഇതൊക്കെ കൊണ്ടിട്ടുള്ളൊരു സങ്കല്പസ്ഥാനവും ക്ഷേത്രമാണ് അവിടെയുള്ളത്. 4 ഭാഗവും നീരൊഴുക്കുകളാൽ വേലി തീർത്ത പ്രദേശമെന്ന അർത്ഥത്തിലാണ് ക്ഷേത്രം നിൽക്കുന്ന നാടിന് നീർവേലി എന്ന പേര് വന്നത്. കാലങ്ങളായി ജീർണാവസ്ഥയിൽ കഴിഞ്ഞ ക്ഷേത്രത്തെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും വിശ്വാസികളുടെയും കൂട്ടായ്മയാണ് പുനരുജ്ജീവിപ്പിച്ചത്. നാടിൻ്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിന് കാരണം ക്ഷേത്രമാണ് എന്നാണ് വിശ്വാസികൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഭക്തിപൂർവ്വം വളരെ നല്ല രീതിയിൽ ആരാധിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറായി വരുന്ന ഒരു ക്ഷേത്രമാണ്. അവർക്ക് വേണ്ട തരത്തിലുള്ള പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള ഈ അനുഗ്രഹങ്ങൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇന്നിപ്പോൾ ഈ നാലമ്പല ദർശനമായിട്ട് കണ്ണൂർ ജില്ലയിലെ നാലമ്പല ദർശനമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നല്ല രീതിയിലുള്ള ഭക്തന്മാർ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഇപ്പം 4-5 വർഷമായിട്ട് ആ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ രാമായണ മാസത്തിൻ്റെ സമാപനം എന്നുള്ള നിലക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ നാട്ടിലെ എല്ലാവർക്കുമുള്ള എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും ചൈതന്യം ചൊരിഞ്ഞുകൊണ്ട് ഈ ദേവൻ ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ട രീതിയിലുള്ള അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ദേവൻ ഇവിടെ നിലകൊള്ളുന്നുണ്ട്. രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന ക്ഷേത്രങ്ങൾ കർക്കിടക മാസത്തിൽ ദർശിച്ചാൽ രാമായണ പാരായണം പൂർത്തിയാക്കിയതിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്. ഉത്തര മലബാറിലെ നാലമ്പല ദർശനം ആരംഭിക്കുന്നതും പൂർത്തിയാക്കുന്നതും നീർവേലിയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ്.